വ്യക്തമാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസുകളിൽ വൈശാഖ ജഡ്ജ്മെന്റിന് ശേഷം ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലുകളുണ്ട്, വനിതകൾക്ക് വേണ്ടിയുള്ള സെല്ലുകളുണ്ട്. അതനുസരിച്ചാണ് എല്ലാ സ്ഥാപനങ്ങളും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സിനിമയും ഒരു വർക്ക് യൂണിറ്റാണ്. ആ നിലയിൽ പക്ഷേ ഉള്ള ഒരു പരിരക്ഷ അവിടെ ഇല്ല എന്ന് മാത്രമല്ല, എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം, അവരുടെ വേതനം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പഠിക്കാനുള്ള സമഗ്രമായ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചറിയാം ഉള്ള ഒരു സമിതിയായിരുന്നു ഇത്. ആ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ആശ്വാസം നൽകിയതാണ്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിട്ടില്ല, ഒരു ശുപാർശയും സർക്കാർ നടപ്പാക്കിയിട്ടുമില്ല. അത് ശരിക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളോടുമുള്ള വഞ്ചന എന്നുള്ള നിലയിലല്ലേ കാണാൻ പറ്റൂ? ഒന്നാമത്തെ കാര്യം, അഭിലാഷ്, ഞാൻ കരുതി അഭിലാഷ് അവിടെ ഇരിക്കുന്ന കണ്ടില്ലാന്ന്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തീർക്കാനുള്ളൊരു സമയം തരും. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് പറയാനുള്ളൊരു സമയം അനുവദിക്കുന്നു ഞാൻ കരുതുന്നു. ഈ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിന് ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് സർക്കാർ തന്നെ അതിന് കൃത്യമായൊരു ഉത്തരം നൽകേണ്ടതാണ്. പക്ഷേ ഇതിൽ പലപ്പോഴും ഒരു കണ്ടൻഷൻ വന്നത് പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പം പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളത് ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ പ്രൈവസിയുടെ കൺസേൺ ഇല്ല. തീർച്ചയായിട്ടും ആസ് എ ടാക്സ് പെയർ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക തന്നെ വേണമെന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രൈവസി കൺസേൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രൈവസി കൺസേൺ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ അത് കേൾക്കാതെ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ കമ്മിറ്റി ഒരു കൂട്ടം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ അലിഗേഷൻസ് ആർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഒരു എന്താ പറയുക, തുടക്കഘട്ടങ്ങളിൽ നമ്മളൊക്കെ കേട്ടൊരു കാര്യമാണ്, പല പ്രമുഖർക്ക് എതിരെയും പല കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വാർത്തകളും അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഒരു ഭീതി ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാവുന്നത്. പക്ഷേ അതിനെ ഡീൽ ചെയ്യേണ്ട രീതി മറ്റൊന്നായിരിക്കാം. പക്ഷേ ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്തുകൊണ്ടും നടപ്പിലാക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഈ എന്താ പറയുക, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അത് ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജോണി ഡെപ്പ് മുതൽക്ക് മധുർ ഭണ്ഡാർക്കർ വരെ, അല്ലെങ്കിൽ അനുരാഗ് കശ്യപ് മുതൽക്ക് വിജയബാബു വരെയുള്ള ആളുകളുടെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നേരെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ട്. നാനാ പട്ടേക്കർക്ക് നേരെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ രാജേഷ് ഖന്നയ്ക്ക് നേരെ, അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും സെക്ഷൽ അലിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പം ഇതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ആരെങ്കിലും വന്ന് പറയുന്ന കാര്യം ഇതൊരു ഇമോഷണൽ ഡിസ്കഷനാക്കി മാറ്റുന്നതിന് പകരം ഇതിലെ ഒരു എന്താ പറയുക ലോജിക്കൽ ഡിസ്കഷനായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇരയ്ക്ക് കിട്ടുന്ന അതേ പരിഗണന അക്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കും കിട്ടണം. കാരണം കോടതിയാണ് ഇതിൽ വിധി പറയേണ്ടത്. ആ കോടതി വിധി വരുന്നത് വരെ ഒരിക്കലും നമുക്ക് അതിലൊരു എന്താ പറയുക ഒരു മീഡിയ ട്രയൽ ഒരാളെ വിധേയനാക്കാൻ പാടില്ല. നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച 2 കേസുകൾ അവർ ഏതെങ്കിലും സമിതിക്ക് മുമ്പ് പോയി റിപ്പോർട്ട് കൊടുക്കുകയോ മൊഴി കൊടുക്കുകയോ അല്ല, അവർക്കൊരു ആക്ഷേപം ഉണ്ടായി, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പരാതി ഉണ്ടായി. അത് നമുക്ക് നിയമ സംവിധാനമുണ്ട്, പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. അത് ആർക്കെതിരെ ഉണ്ടായാലും എങ്ങനെയാണോ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ സിനിമക്കാരായാലും അവർക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ. സിനിമക്കാരാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസുലേഷൻ ഉണ്ടോ? ഇല്ല. സിനിമക്കാരായാലും സാധാരണക്കാരായാലും ആരായാലും ഇതുപോലെയുള്ള ആരോപണം നേരിട്ടാൽ സ്വാഭാവികമായ പോലീസ് നടപടിക്രമങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ആരോപണങ്ങൾ വിലയിരുത്തി, ആ പരാതി വിലയിരുത്തി, അന്വേഷണം നടത്തി നമുക്കൊരു ജുഡീഷ്യൽ സംവിധാനമില്ലേ? ആ ജുഡീഷ്യൽ സംവിധാനമല്ലേ തീർപ്പ് കൽപ്പിക്കുന്നത്? അല്ലാതെ എനിക്ക് ആരാധനയുള്ള ആൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആരോപിച്ച ആൾ മോശം എന്നുള്ള മട്ടിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ലല്ലോ. അതിനൊരു നിയമ സംവിധാനമുണ്ട് ഇവിടെ. തീർച്ചയായും കാണാൻ കഴിയില്ല. അവിടെ നിയമം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയയുടെ പേര് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ അലിഗേഷൻ നേരിടുന്ന ഒരാളുടെ പേരും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. കാരണം ഇതുവരെ അദ്ദേഹം ആ കുറ്റം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മീഡിയ ട്രയൽ, പലപ്പോഴും മീഡിയ ട്രയൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മീഡിയ ട്രയൽ നടന്നിട്ട് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ മീഡിയ ട്രയലിന് വിധേയമാക്കി പലതരത്തിലും കരിവാരി തേക്കുന്ന അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നിയമം എന്ന് പറയുന്നത് ശരിയാണ്, ഇപ്പോൾ ഒരു അക്യൂസ്ഡ് പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷേ എന്ന് കരുതിയിട്ട് അക്യൂസ്ഡിൻ്റെ പേര് പുറത്ത് വരണം, അത് വിളിച്ച് പറയണം, അറിയട്ടെ, 4 ആൾ അറിയട്ടെ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ നിയമം എന്ന് പറയുന്ന കാര്യത്തിന് അല്ലെ ഒരു ലോജിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നിന്നുകൊണ്ടല്ല നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. പലപ്പോഴും ഇന്നില്ലാത്ത നിയമങ്ങൾ നാളെ വന്നേക്കാം. ഈ ലെജിസ്ലേറ്റ് ചെയ്യപ്പെടുന്ന നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പലപ്പോഴും നമ്മുടെ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഒക്കെ നടത്തി അതിനെ ഒരു എവല്യൂഷണറി എന്താ പറയുക ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് നിയമവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം വരണം, കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നിയമം, രണ്ട് കൂട്ടരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമം വരണം എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഈ ഒരു ഇൻഡസ്ട്രിയിലെ എന്താ പറയുക ഇൻജസ്റ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു പോഷ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു. സാധാരണ കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ തന്നെ പോഷ് കമ്മിറ്റി ഒരു എന്താ പറയുക ഒരു പ്രിവെന്റീവ് കമ്മിറ്റി പോലെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതൊരു റിയാക്റ്റീവ് കമ്മിറ്റിയാണ്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമാണ് ഈ പോഷ് കമ്മിറ്റിയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പോഷ് കമ്മിറ്റി സിനിമയ്ക്കകത്തുള്ള പോഷ് കമ്മിറ്റി എത്ര അവയർനെസ് ക്യാമ്പയിൻസ് നടത്തി, എത്ര ആളുകളെ ഇവർ ഇതിനെക്കുറിച്ച് ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസോ അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ് സെഷൻസോ അവർ നടത്തുന്നുണ്ടോ? ഇപ്പോൾ സാധാരണ ഒരു കോർപ്പറേറ്റ് കൾച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരു പോഷ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ എല്ലാ എംപ്ലോയിയും ജോയിൻ ചെയ്യുക തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നും ഇതൊരു വെറും ഒരു റിയാക്റ്റീവ് കമ്മിറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇവിടെ അവയർനെസ് എന്നൊരു കാര്യം കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ട് ഈ കമ്മിറ്റി എത്ര അവയർനെസ് സെഷൻസ് നടത്തി, ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പോഷ് കമ്മിറ്റി അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോഷ് കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യേണ്ടത് സാധാരണ മറ്റേത് സ്ഥാപനത്തിലുള്ള ഒരു പോഷ് കമ്മിറ്റിയെ പോലെ തന്നെയാണെന്ന് നിയമം തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കമ്മിറ്റി എന്തുകൊണ്ടാണ് റിയാക്റ്റീവ് ഒരു കമ്മിറ്റി രൂപീകരിച്ചതല്ലാതെ വൈശാഖ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിയമം പാലിക്കുന്ന അല്ലെങ്കിൽ നിയമം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഇപ്പോഴും സിനിമയിൽ ഇല്ല. അല്ല, പോഷ് കമ്മിറ്റി വേണമെന്നാണല്ലോ, പോഷ് കമ്മിറ്റി വേണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ. പറയുന്ന കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പരിഹരിക്കാനുള്ള കമ്മിറ്റി പോലും ഇല്ല. അതെ, അതാണ് ഇത്. ഒരു സിനിമാ സംഘടന അവരുടെ മെമ്പർമാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാനമില്ല. അവിടെയാണ് ശ്രീ വിപിൻ വിജയകുമാർ എന്താണ് ഈ 3 അംഗ കമ്മിറ്റി ശുപാർശ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്താണ് തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ, സുരക്ഷ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്തതെന്ന് നമുക്കറിയില്ല. കാരണം ഈ പറഞ്ഞ റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ചിരിക്കല്ലേ, നമുക്കാർക്കും അറിയില്ലല്ലോ. ഒരു റെക്കമെൻഡേഷനും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമില്ല. അതിന് എന്തോ കോൺക്ലേവ് ഇനി 2019 കിട്ടിയ റിപ്പോർട്ടിനെ സംബന്ധിച്ച് 2024 കോൺക്ലേവ് നടത്താൻ ആലോചിക്കുന്നു എന്നാണ് ഇവിടുത്തെ സിനിമാ മന്ത്രി പറയുന്നത് പോലും. താങ്കൾ പറയുന്നത് പോലത്തെ ഒരു കമ്മിറ്റി സിനിമയിലില്ല.